തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയുടെയും സുഹൃത്തിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയുള്ള മർദ്ദനമാണ് ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. കുട്ടിക്ക് പരിക്കേറ്റിട്ടും അമ്മ അഖില ചികിത്സ നൽകാൻ തയ്യാറായില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അക്ഷയ കൃഷ്ണാനന്ദ് വിശദാംശങ്ങളുമായി. അക്ഷയ, കൊടും ക്രൂരതയാണ് ആ 1.5 വയസ്സുകാരൻ കുഞ്ഞിനോട് അമ്മയും ഒപ്പം അമ്മയുടെ സുഹൃത്തും ചെയ്തത് എന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ എവിടെ വെച്ചാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്? ഇരുവരെയും നേരത്തെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ അവർ പോലീസിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ അമ്മ ആദ്യം ഉണ്ടായിരുന്നില്ല. അമ്മ അഖിലയുടെ പേര് വിശദമായി ചോദ്യം ചെയ്യും എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് വന്നിരുന്നത്. ഇപ്പോൾ അമ്മ കൂടി കുറ്റം ചെയ്തിരിക്കുന്നതായി പോലീസ് സംശയിക്കുകയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് തെളിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് അതിനിർണായകമായിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത്. അതായത് ഈ 1.5 വയസ്സുകാരൻ അനുഭവിച്ച ക്രൂരത എത്രത്തോളമാണെന്നുള്ളത് ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പുറത്തു വന്നിരുന്നു. ആ കുട്ടിയുടെ ദേഹത്തെല്ലാം തന്നെ മുറിവേറ്റ മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. കുട്ടിയുടെ 2 കൈകളും ഒടിഞ്ഞതിന്റെ ദൃശ്യങ്ങളുമെല്ലാം തന്നെ നേരത്തെ തന്നെ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കുഞ്ഞിന്റെ അമ്മ അഖിലയും ഒരു സംശയ നിഴലിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സുഹൃത്തായിട്ടുള്ള അഷ്കർ എന്നുള്ള ആളാണ് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അതായത് തൊണ്ടയിൽ ആഹാരം കുടുങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആ സമയത്ത് തന്നെ പോലീസിന് സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഈ കുഞ്ഞിന്റെ മരണത്തിൽ ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ കൊല്ലണം എന്നുള്ള ഒരു